ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുൻപ് ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് 6 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്, ഒരു നൊസ്റ്റാൾജിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അവർ പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണ്, നിങ്ങളെ ഓർത്തെടുക്കുകയാണ്. നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു നിമിഷം അവർക്ക് മറക്കാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയിലൂടെ അവർ കടന്നു പോവുകയാണ്. ഇവിടെ അവർ ചിന്തിക്കുന്നത് അവരായിട്ട് ഇരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ്. അവരെന്ന വ്യക്തിയുടെ എല്ലാ നെഗറ്റീവ്സും നിങ്ങൾക്കറിയാം. പോസിറ്റീവിനേക്കാളും കൂടുതൽ ചിലപ്പോൾ നെഗറ്റീവുള്ള വ്യക്തികളുണ്ടാവാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്നിട്ടുള്ളത് എന്ന് ഒരു റിയലൈസേഷൻ അവർക്ക് ഇപ്പോൾ ഉണ്ടാവുകയാണ്. മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ തന്നെ ആയിരിക്കണം നിങ്ങളും അവരും തമ്മിൽ ഈ സെപ്പറേഷന് കാരണം. ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്, നൊസ്റ്റാൾജിയ. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് വാൻഡ്സ് കാർഡാണ്. ഒരു ആക്ഷൻ എടുക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ കയ്യിൽ 2 വാണ്ടുണ്ട്, 2 കാര്യങ്ങളുണ്ട്. അവരെന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്, ആ ഒരു വാണ്ടിനെ താൽക്കാലികമായിട്ട് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. മേക്കിംഗ് പ്രോഗ്രസ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർക്ക് വളരെ കംഫർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരേ ഒരു പേഴ്സൺ നിങ്ങൾ മാത്രമാണെന്നുള്ള തിരിച്ചറിവ് അവരിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പോസിബിലിറ്റി തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു. നിങ്ങളുമൊത്തുള്ള ഒരു ബെറ്റർ ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു പ്ലാനിങ്ങിനെ തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അവർ ആക്ഷൻ എടുക്കാനായിട്ട് ഒരുങ്ങുന്നു. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് വാൻഡ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ്. ഇവിടെ സമയമായി എന്നുള്ള തിരിച്ചറിവിനെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു ഡിസിഷൻ, ആ തീരുമാനം, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ആണ് കാണിക്കുന്നത്, വിക്ടറിയാണ് കാണിക്കുന്നത്. അവർ ഒരു ഇൻഫ്ലുവൻസറാണ്, മറ്റുള്ളവർക്ക് വളരെ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് ഇവിടെ പറയുകയാണ്. അവരെന്ന വ്യക്തി എടുക്കാൻ പോകുന്ന ആ ഒരു തീരുമാനത്തെ, ആ ഒരു ഡിസിഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വേണ്ടി ആക്ഷൻ എടുക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് കപ്സ് കാർഡ്. അവരുടെ ഇമോഷനെ, അവരുടെ ഫീലിങ്സിനെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ബാലൻസ് ആയിട്ടാണ് ഈ കാർഡ് പറയുന്നത്. അവർ വളരെയേറെ ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന ഒരാൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ വളരെയേറെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്ഷമയോടുകൂടി തന്നെ ഒരു ഡിസിഷൻ എടുക്കുന്ന വ്യക്തിയുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹത്തെ ഇവിടെ കാണിക്കുകയാണ്. നിങ്ങളെന്ന വ്യക്തിയോട് വളരെയേറെ ലവാണ് അവർക്ക് തോന്നുന്നത്, പ്രേമാണ് തോന്നുന്നത്. ഇവിടെ അൺകണ്ടീഷണൽ ലവ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. അവർക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളുമൊത്തുള്ള എല്ലാ നിമിഷങ്ങളും അവർ ഓർത്തെടുക്കുകയാണ്. അത് തന്നെയാണ് ആദ്യത്തെ കാർഡ് നൊസ്റ്റാൾജിയെ കാണിച്ചിട്ടുള്ളത്. നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴായിരിക്കണം അവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടുന്നത്. നിങ്ങളുമൊത്തുള്ള ഫ്യൂച്ചർ അവർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുണ്ടെങ്കിലും അതെല്ലാം മാറിക്കൊണ്ട് നല്ലൊരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് സോർട്സ് കാർഡാണ്. ഇവിടെ പേജ് ഓഫ് സോർട്സ് കാർഡ് പറയുന്നത് റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജി, ക്യൂരിയോസിറ്റി ഉള്ള ഒരു പേഴ്സൻ്റെ എനർജി. ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അറിയാനുള്ള ആഗ്രഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി അറിവുള്ളൊരു വ്യക്തിയുടെ എനർജി ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. അവരെന്ന വ്യക്തി കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ലേണിംഗ് ന്യൂ എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ഒരു കരിയർ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തു പോകാനായിട്ട് അവരിപ്പോഴും ഓരോ കാര്യങ്ങൾ പഠിക്കുന്നു അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഈ കാർഡ് പറയുന്നു. ഈ ഒരു പിക്ചർ നോക്കി തന്നെ മനസ്സിലാവും അവരുടെ ആ ഒരു ക്യാരക്ടർ. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ആ അറിവുകൾ അവർ അവരുടെ ബെറ്റർ ലൈഫിലേക്കായിട്ട് ഉപയോഗിക്കുകയാണ്. അവർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അവരുടെ ഫ്യൂച്ചർ. അപ്പോൾ ഓരോ അറിവും അവർ സ്വീകരിച്ചുകൊണ്ട് അവരുടെ കരിയർ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഇപ്പോഴും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് അറിയാം നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ എന്താണ്, അവരെന്താണ് പ്ലാൻ ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ കാർഡ് പറയുന്നത് അവരെന്ന വ്യക്തിയുടെ ആ ഒരു സ്വഭാവത്തെയാണ്. നല്ല രീതിയിൽ ഒരു ലൈഫ് വേണം, അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന, എപ്പോഴും ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് പെന്റക്കിൾ ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച വരുന്ന നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു പുരോഗതി കാണിക്കുന്നു, അബണ്ടൻറ്റ് കാണിക്കുന്നു എന്ന് ഈ കാർഡ് പറയുകയാണ്. ഇവിടെ വെയിറ്റ് ചെയ്യാണ് നിങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളിലേക്കുള്ള ആ ഒരു പ്രോഗ്രസ് നിങ്ങളിലേക്ക് എത്താനായിട്ട് വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ അതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഹാർവെസ്റ്റ് എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുന്ന ഒരു ജേണിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളിലേക്ക് വരുന്ന ഒരു പ്രോഗ്രസിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. കൈ നിറയെ സമ്പാദിക്കാൻ പോകുന്ന നിങ്ങളുടെ എനർജി. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്, അബണ്ടൻ്റ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നല്ലായിരുന്നു. നിങ്ങൾ ഒന്നിലും ഒരു ശ്രദ്ധയില്ലാതെ നിങ്ങൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു സെപ്പറേഷൻ ആയിരിക്കണം നിങ്ങളിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് നിങ്ങളുടെ പ്രോഗ്രസ്സിലേക്കാണ്. അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു പവറിനെ, ആ ഒരു കഴിവിനെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ നേടിയെടുത്ത ഓരോരോ കാര്യങ്ങളും അവർ കാണണം. ഒന്നുമല്ലാതെ നിങ്ങളെ പുച്ഛിച്ച് തള്ളിപ്പോയവരുണ്ട്. അവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ. എന്നാൽ ഒട്ടുമിക്ക വ്യക്തികളുടെയും എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾക്കൊന്നിനും കഴിവില്ല എന്ന് വരെ പറഞ്ഞു പോയിട്ടുള്ള വ്യക്തികളുണ്ടാവാം. എന്നാൽ തിരിച്ചറിവ് വന്നുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളെന്ന വ്യക്തി തോറ്റു കൊടുക്കാൻ പാടില്ല. അവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ കുറേ കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നേടാൻ പോവാണ്. ആ ഒരു നേട്ടത്തെ യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. നിങ്ങൾ ആശ്ചര്യത്തോടു കൂടി വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വരാൻ പോകുന്ന ആ ഒരു ബ്ലെസ്സിങ്സ്, യൂണിവേഴ്സ് എന്ന ആ ഒരു പ്രപഞ്ച ശക്തിയുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ച് അറിയൂ എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. പെട്ടെന്നൊന്നും നമ്മളിലേക്ക് വരില്ല. നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. ചുമ്മാ ഇരുന്നുകൊണ്ടൊന്നും വരില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമുക്ക് ആരോടും ദേഷ്യം വൈരാഗ്യം പാടില്ല. എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് തയ്യാറാവണം, ഹീലാവണം, സെൽഫ് ലവ് ചെയ്യണം. നമ്മുടെ മനസ്സിനെ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്താ ചെയ്യണ്ടേ? മെഡിറ്റേഷൻ ചെയ്യണം. ഓരോ ദിവസം കൊണ്ടൊന്നും നമുക്കതൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഓരോ പടിപടിയായിട്ട് നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടുള്ളവർക്കൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. 2 ഓഫ് പെന്റക്കിൾ ആണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ബാലൻസ്, ഇക്വിലിബ്രിയം ആണ് ഇവിടെ കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവർ പ്രയോറിറ്റി കൊടുത്ത് പോയിട്ടുള്ള അവരുടെ ആ ഒരു ലൈഫിൽ ഇപ്പോൾ നിങ്ങൾക്കും കൂടി സ്ഥാനം വരികയാണ്. അവർ നിങ്ങളെ കൂടി അതിലേക്ക് ഉൾക്കൊള്ളിക്കുകയാണ്, ഒരു ബാലൻസ് തരാണ്. ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവർക്കൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അവർ ചിന്തിക്കുന്നത് നിങ്ങളാണ് അവരുടെ ബെസ്റ്റ് ഹാഫ് എന്നാണ്. അപ്പോൾ തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയാണ്. ഇവിടെ ഒരു ബാലൻസ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വരികയാണ്. അവർ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പോവുകയാണ്. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് കപ്സ് കാർഡ്. എന്താ അതിൽ പറയാനുള്ളത്? 2 ഓഫ് കപ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ആ ഒരു ഫീലിങ്സ് അവർക്കും ഇപ്പോൾ ഉണ്ട്. നിങ്ങളെങ്ങനെയാണോ അവരെ സ്നേഹിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് അവർ നിങ്ങളെ ഇപ്പോൾ സ്നേഹിക്കുന്നത്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പാർട്ട്ണർ തിരിച്ചു വരികയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് ഇതൊരു മാരേജിലേക്ക് എത്തിക്കും കേട്ടോ. കമ്മിറ്റ്മെൻ്റ് ആണ് കാണിക്കുന്നത്, ഒരു റിയൂണിയൻ തന്നെയാണ് കാണിക്കുന്നത്. അൺകണ്ടീഷണൽ ലവ് ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരെന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ഒരു തിരിച്ചറിവ് അവരിലേക്ക് യൂണിവേഴ്സ് ആയിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കില്ല. അവരുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങൾക്ക് മിസ് ചെയ്യുന്നത് പോലെ തന്നെ അവർക്കും ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. നിങ്ങൾ എത്ര കണ്ട് യൂണിവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മടങ്ങി വരവനായിട്ട് പ്രാർത്ഥിക്കുന്നു, അത്രയും ഫാസ്റ്റായിട്ട് നിങ്ങളുടെ പേഴ്സൺ അവിടെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് എനർജി ഇല്ല എന്നല്ല പറയുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നെഗറ്റീവായിട്ടുള്ള എനർജീസ് നമുക്ക് ചുറ്റുമുണ്ട്, വ്യക്തികളായിട്ടുണ്ട്. എങ്കിൽ കൂടി നമ്മൾ പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി മുന്നോട്ട് പോകണം. പേഴ്സൻ്റെ മടങ്ങി വരവനായിട്ട് നല്ലതുപോലെ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക.
മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ, പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് ഞാൻ പറയുക. കാരണം ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു സംശയം വരാൻ പാടില്ല, ഒരു ഡൗട്ട് വരാൻ പാടില്ല. സംശയം വന്നാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് അല്ലേ, ഇങ്ങനെ സംശയമുള്ളവർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മടങ്ങി വരവ് ഡിലേ വരുത്തും. നിങ്ങൾ എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ആവശ്യമാണെങ്കിലും അതെനിക്ക് സാധിച്ചു കിട്ടി എന്ന് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ബോട്ടം ഓഫ് ദി ഡെക്ക് കറണ്ട് ഫീലിംഗ്, കറണ്ട് എനർജി എന്ന് പറയുന്നത് കിങ് ഓഫ് വാൻഡ്സ് കാർഡ് എനർജിയാണ്. അവർ ആക്ഷൻ എടുക്കുകയാണ്. ഒരു രാജാവിനെ പോലെ അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബോൺ ലീഡറെയാണ് കാണിക്കുന്നത്. തീരുമാനമെടുക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അവര് നിങ്ങളും തമ്മിലുള്ള ഫ്യൂച്ചർ നല്ല രീതിയിലാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സക്സസ് ആണ് ഈ കാർഡ് പറയുന്നത്. അവരെന്ന വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നത് നിങ്ങളാണ് അവരുടെ പാർട്ട്ണർ. ഇവിടെ നല്ല രീതിയിൽ ലൈഫ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നത്, അവരിലേക്ക് വളരെയേറെ ഇൻസ്പിരേഷൻ വരുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവർ പോകുന്നുണ്ട്. അപ്പോൾ അവർ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്താനാണ്. ആ ഒരു ഡിസിഷനെയാണ് കാണിക്കുന്നത്. ചുമ്മാ നിങ്ങളിലേക്ക് വന്നാൽ പോരല്ലോ. നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷൻ ആയിട്ടുള്ളത് എന്തുകൊണ്ടാണ്, ഏതൊക്കെ വ്യക്തികളുടെ ഇടപെടലാണ്, ആ ഒരു കാര്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങളിലേക്ക് വരാനായിട്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ? അപ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് അവർ തയ്യാറായിട്ടിരിക്കുകയാണ്. വരും വരായികകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്ലാനിങ്ങിനെ കാണിക്കുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ഒരു ആഗ്രഹത്തെ കാണിക്കുന്നു, ഡിസിഷൻ മേക്കിങ്ങിനെയാണ് കാണിക്കുന്നത്. അത് പോസിറ്റീവായിട്ട് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കില്ല. നിങ്ങൾ ആശ്ചര്യത്തോടു കൂടി വെയിറ്റ് ചെയ്തിരിക്കാൻ യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ പ്ലാനിങ്ങിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അവരുടെ മടങ്ങി വരവിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്. ഈ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർക്ക് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. പേഴ്സണൽ റീഡിങ്ങിന് വന്നാലേ അത് പറഞ്ഞു തരാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.